നമുക്കൊപ്പം ഈ വിഷയത്തിൽ പ്രതികരിക്കാൻ വയനാട് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സംഷാദ് മരക്കാറുണ്ട്. കൂടാതെ പരിസ്ഥിതി പ്രവർത്തകൻ ശ്രീ ഗുരുവായൂരപ്പൻ, മന്ത്രി എ കെ ശശീന്ദ്രനെയും നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ആദ്യം ഞാൻ പോകുന്നത് വയനാട് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ സംഷാദ് മരക്കാറിലേക്കാണ്. ശ്രീ സംഷാദ് മരക്കാർ, നമ്മൾ പലകുറി ഈ വിഷയം തന്നെ ചർച്ച ചെയ്തിട്ടുള്ളതാണ്. ഇപ്പോൾ ഒരിക്കൽ കൂടി അത് ചർച്ച ചെയ്യേണ്ടി വരുന്നു എന്ന നിർഭാഗ്യകരമായ അവസ്ഥ. ഒരു ജീവൻ കൂടി പൊലിഞ്ഞിരിക്കുകയാണ്. നിരന്തരം ഇത്തരം ആക്രമണത്തിൻ്റെ വാർത്തകൾ നമ്മൾ കേൾക്കുന്നു. വന്യമൃഗശല്യമുള്ള ഇടമാണ്, കാട്ടുപോത്തും ഒക്കെയുള്ള ഇടമാണ്. അപ്പോൾ ഇതെന്താണ്, ഇതിങ്ങനെ വർദ്ധിച്ചു വരികയാണോ? വയനാട്ടിൽ വന്യമൃഗശല്യം വർദ്ധിക്കുന്നുണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. വയനാട്ടിൽ മാത്രമല്ല, മലയോര മേഖലയിൽ വലിയ തോതിലുള്ള വന്യമൃഗശല്യത്തിൻ്റെ വർധനവുണ്ട്. അപ്പം നമ്മൾ ഇന്നലെ രാത്രിയാണ് അറുമുഖൻ മരണപ്പെടുന്നത് കാട്ടാനയുടെ ആക്രമണത്തിൽ. അത് അദ്ദേഹം വീട്ടിലേക്ക് നടന്നു പോകുന്ന വഴിയിലാണ്. ഏകദേശം ഒരു 200 മീറ്ററാണ് അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്കുള്ള ദൂരം. അദ്ദേഹം എത്താൻ ആ ഒരു സ്ഥലത്ത് വെച്ചാണ് ആക്രമിക്കപ്പെടുന്നതും അദ്ദേഹം മരണപ്പെടുകയും ചെയ്യുന്നൊരു സാഹചര്യം. അത് 17 വീടുകളുള്ള ഒരു പ്രദേശമാണ്. കുറച്ച് മുകളിലാണ്, സാധാരണഗതിയിൽ നിന്നുള്ള ഉയരത്തിലുള്ള ഒരു പ്രദേശത്തുള്ളതാണ്. അതിന് തൊട്ടടുത്ത് ഫോറസ്റ്റ് ഉണ്ട്. ആ ഫോറസ്റ്റിൽ നിന്ന് കാട്ടാന പുറത്തേക്ക് വരുന്നതും അദ്ദേഹം പോകുന്ന വഴിയിലേക്ക് എത്തി അവിടെ വെച്ച് ആക്രമിക്കപ്പെടുകയും ചെയ്യുന്ന സാഹചര്യമാണ്. അതിനോടൊപ്പം തന്നെ ഇന്നലെ തോൽപ്പെട്ടിയിൽ ആൾ മരണപ്പെട്ടില്ല എന്നുള്ളത് ആണ്. പക്ഷേ അവിടെ വാഹനം ആക്രമിക്കുന്നു, നൂൽപ്പുഴയിൽ വീട് ആക്രമിക്കപ്പെടുന്നു. അപ്പോൾ കാട്ടാനകൾ എന്തോ ഈ ഒരു കുറച്ച് ദിവസങ്ങളായി വളരെ കൂടുതലായി വയനാടിൻ്റെ വിവിധ മേഖലകളിൽ വാർത്തകൾ ഉണ്ടാവുകയും ചില ഇടപെടലുകൾ ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ താങ്കൾ പറഞ്ഞതുപോലെ നമ്മൾ തന്നെ എത്രയോ തവണ ഇതിനകത്ത് ചർച്ച ചെയ്യപ്പെട്ടതാണ്. അപ്പോൾ ഈ ചർച്ചകൾക്കപ്പുറം സൊല്യൂഷൻസിലേക്ക് പോയിട്ടില്ല ഇടങ്ങളല്ലേ ഇത്? അതെ, ഇപ്പോൾ ഇന്നലെ ഇൻസിഡന്റ് ഉണ്ടായ സ്ഥലത്ത് 17 വീട്ടുകാർ മാത്രമുള്ള ഒരു പ്രദേശമാണ്, ഒരു ഉന്നതിയാണത്. അത് ഇപ്പോൾ മരണപ്പെട്ട ആൾ തമിഴ് കൾച്ചറുള്ള ആളുകളാണ്. അവർ 2 വീട്ടുകാരും അപ്പോൾ ട്രൈബൽ വിഭാഗത്തിലുള്ള 15 വീട്ടുകാരുമുള്ള ഒരു സ്ഥലമാണ്. അത് സാധാരണഗതിയിൽ ചെമ്പ്രയിലേക്ക് പോകുന്ന റൂട്ടിൽ നിന്നും ഇടതുവശത്തേക്ക് കുറച്ച് വന്ന് ചെമ്പ്ര എസ്റ്റേറ്റിനകത്ത് തന്നെയാണ് ഈ പ്രദേശമുള്ളത്. ഇതിന് തൊട്ടപ്പുറത്ത് എരുമക്കൊല്ലി എന്ന് പറയുന്ന സ്ഥലമുണ്ട്. എരുമക്കൊല്ലി ചിലപ്പോൾ താങ്കൾക്ക് ഓർമ്മയുണ്ടാവും. എരുമക്കൊല്ലി സ്കൂള് കാട്ടാന ശല്യത്തെ തുടർന്ന് ഒരു സ്കൂളിൽ കുട്ടികൾ പഠിക്കാനില്ലാതെയാവുകയും ആ സ്കൂൾ അവിടെ നിന്ന് മാറ്റണമെന്നാവശ്യപ്പെടുകയും ചെയ്ത് നിരവധി വാർത്തകൾ വന്ന പ്രദേശമാണ്. അപ്പോൾ ഈ ഒരു പ്രദേശം എപ്പോഴും ഒരു കാട്ടാന ഭീഷണിയുള്ള പ്രദേശം തന്നെയാണ്. പക്ഷേ അവിടെ നമ്മൾ ഈ ചർച്ചകൾക്കപ്പുറത്തേക്കുള്ളൊരു ഇടപെടലുകൾ ഉണ്ടായിട്ടില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. കാരണം ഈ പ്രദേശത്ത് അറുമുഖൻ നടന്നുപോയി എന്ന് പറയുന്ന പ്രദേശത്ത് ഒരു വെളിച്ച സംവിധാനമോ അങ്ങനെ ഒരു സംവിധാനമില്ല. ഒരു ആനയെ ദൂരെ നിന്ന് കാണാനെങ്കിൽ കഴിഞ്ഞിരുന്നെങ്കിൽ അദ്ദേഹത്തിന് മാറാൻ പറ്റും. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ പണിയെടുക്കുന്ന ഒരാൾ എൻ്റെ കൂടെ ഇന്നുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ മരണാനന്തര ചടങ്ങ് കഴിഞ്ഞ് എൻ്റെ വണ്ടിയിൽ ഞങ്ങൾ ഒരുമിച്ച് വരുമ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞത്, ഇദ്ദേഹം നടന്ന് ക്ഷീണിച്ചിട്ട് ചിലപ്പോൾ ഈ പാറപ്പുറത്ത് ഇരുന്നിട്ടുണ്ടാകും, ആ ഇരിക്കുന്ന സമയത്തായിരിക്കും ആന വന്നത് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. കാരണം അദ്ദേഹം വീട്ടിലേക്ക് വാങ്ങിയ ബ്രെഡൊക്കെ അവിടെയുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ചെറിയ സംവിധാനങ്ങൾ പോലും, അതായത് ഒരു ലൈറ്റിംഗ് നമുക്ക് നടത്താൻ പറ്റും. അതെല്ലാവർക്കും, അത് നമ്മൾ പല മീറ്റിങ്ങുകളിലും പറഞ്ഞപ്പോൾ ഫോറസ്റ്റുകാർ നമ്മളോട് പറഞ്ഞതാണ് നമ്മളത് ചെയ്യുമെന്ന് പറഞ്ഞു. അത് ചെയ്തില്ല. അത് വെപ്പാടിയിൽ ഒരു പ്രശ്നമല്ല, ബാലകൃഷ്ണന്റെ മരണം, അതായത് ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുള്ളതാണ് വനംവകുപ്പിന്റെ, അല്ലേ? അതെ, ഞാൻ ഏറാട്ടുകുണ്ടിലെ ബാലകൃഷ്ണൻ മരിച്ചപ്പോഴും നമ്മൾ പറഞ്ഞു, അതും രാത്രി സംഭവിച്ചൊരു ഇൻസിഡൻ്റാണ്. അപ്പോൾ ആളുകൾ നടന്നു പോകുമ്പോൾ വന്യമൃഗങ്ങൾ ഉണ്ടെങ്കിൽ കാണാൻ പാകത്തിനെങ്കിലുമുള്ള ഒരു ലൈറ്റിംഗ് സംവിധാനം നമുക്ക് ഈ ഫോറസ്റ്റ് ബൗണ്ടറി കവർ ചെയ്യുന്ന പ്രദേശങ്ങളിൽ ഉണ്ടാവണമെന്ന് പറഞ്ഞു. ഫോറസ്റ്റ് അത് നോക്കാമെന്ന് പറഞ്ഞു, ചെയ്തില്ല. 2 നൈറ്റ് പെട്രോളിംഗ് നമ്മൾ എപ്പോഴും പറയുന്നതാണ്, നൈറ്റ് പെട്രോളിംഗ് ശക്തമാക്കണമെന്നുള്ളൊരു കാര്യം. കാരണം ഇവർക്കറിയാം വയനാട് ജില്ലയിലെ ഓരോ പഞ്ചായത്തിലെയും ഹോട്ട്സ്പോട്ടുകൾ വേർതിരിച്ച ഡാറ്റ നമ്മളുടെ കയ്യിലുണ്ട്. ഏകദേശം 19-20 ഹോട്ട്സ്പോട്ടുകളുണ്ട് എപ്പോഴും അറ്റാക്ക് ഉണ്ടാകുന്നത്. ആ പ്രദേശങ്ങളിൽ ഇതിൻ്റെ ഈ പുറത്തു വരുന്ന സമയം അനുസരിച്ചൊക്കെ നല്ല രീതിയിൽ പെട്രോളിംഗ് ഉണ്ടായിരുന്നുവെങ്കിൽ ഒരു പക്ഷേ നമുക്ക് കുറേയൊക്കെ പെട്ടെന്ന് കണ്ടെത്താനും തിരിച്ച് കാട്ടിലേക്ക് അയക്കാനും ഒക്കെ പറ്റും, അപകടമില്ലാതെ സാധിക്കും. പക്ഷേ ഇതൊന്നും എവിടെയായാലും ഇത്തരം ആക്രമണങ്ങൾ നടക്കുന്ന ഇടത്തൊക്കെ ഇതാണ് അവസ്ഥ. ലൈറ്റ് ഉണ്ടാകില്ല, പെട്രോളിംഗ് ഉണ്ടാകില്ല. ഇത് നമ്മൾ സ്ഥിരമായി കേൾക്കുന്ന പരാതികളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതും ഇത് തന്നെയാണ്. അപ്പോൾ ഇവിടെയും അവസ്ഥ ഇത് തന്നെയാണ് എന്നതാണ് താങ്കളും പറഞ്ഞു വെക്കുന്നത്.